ദാ കോളം തുടങ്ങുന്നത് തന്നെ മുൻ കോളത്തിൽ അവസാന SIR-ൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറിന്റെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ. എനിക്കൊന്നും മനസ്സിലായില്ല. ഇതെന്താണെന്ന് ഞാൻ BLOയോട് ചോദിക്കുമ്പോൾ BLOയ്ക്ക് മനസ്സിലാവുന്നില്ല. അത് പിന്നെ BLOയോട് പറഞ്ഞെന്തറിയോ, 2002 തുടങ്ങി 2004 വരെയുള്ള വോട്ടർ പട്ടിക പോയി അന്വേഷിക്കാം. കോളം എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം? മുൻ കോളത്തിൽ അവസാന SIR-ൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ. ഇത് യഥാർത്ഥത്തിൽ 2002 വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തയാൾ അയാളുടെ രക്ഷിതാവിന്റെയും രക്ഷിതാവിന്റെയും ID എഴുതേണ്ട കോളമാണ്. ഈ കോളത്തിലാണ് ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. തലക്കോളമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മിനിമം ഉത്തരവാദിത്വം വേണം. സാധാരണക്കാരായ ഒരാളിന് ഇത് വായിച്ചു നോക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് ലഘൂകരിക്കാനുള്ള ഉത്തരവാദിത്വം ഇത് പുറത്തിറക്കുന്നതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ഇത് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഇത് ഇന്ത്യ മുഴുവൻ വിതരണം ചെയ്ത ഫോമാണെന്നേ. ഈ ഇന്ത്യ മുഴുവൻ വിതരണം ചെയ്തിരിക്കുന്ന ഫോമിൽ സമ്പൂർണ്ണ സാക്ഷരരെന്ന് പറയുന്ന കേരളത്തിലെ വോട്ടർമാർക്ക് ഇത് പൂരിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതെന്തായിരിക്കും ബീഹാറിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഇനി എന്തായിരിക്കും ആസാമിൽ സംഭവിക്കാൻ പോവുക? എന്തായിരിക്കും പശ്ചിമ ബംഗാളിൽ സംഭവിക്കാൻ പോവുക? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് എങ്ങനെയാണോ ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം BJP എന്ന പാർട്ടിയെ പിന്തുണച്ചത്, ഒരു കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിക്ക് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് വോട്ടർമാരെ ചേർക്കാൻ വേണ്ടിയുള്ള ഒരു നിഗൂഢമായ പദ്ധതിയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന SIR ഫോം എന്ന് എനിക്ക് വിമർശിക്കേണ്ടി വരും.